പീരീഡ്സ് വരുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തോ ഒക്കെ നമുക്ക് മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തുമ്മൽ പോലെയുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് കണക്കാക്കാറില്ല അല്ലേ? പക്ഷേ അതൊരു പക്ഷേ ഹോർമോണൽ റൈനൈറ്റിസ് കാരണമാവാം. ഹായ് ദേ, ദിസ് ഈസ് ഡോക്ടർ ആര്യാദേവി. സാധാരണഗതിയിൽ നമുക്ക് അലർജി പോലെയുള്ള ലക്ഷണങ്ങൾ, അതായത് മൂക്കൊലിപ്പ്, തുമ്മൽ, മൂക്കടപ്പ് പോലെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് വരുന്നത് നമുക്ക് അലർജി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇതൊന്നും കൂടാതെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് കാരണമാണ് ഈ ഒരു പ്രശ്നം നമുക്ക് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹോർമോണൽ റൈനൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹോർമോണൽ റൈനൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ട്, പക്ഷെ വളരെ ചെറുതായിട്ടേ ഉള്ളൂ. അതായത് പീരീഡ്സ് വരുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള തുമ്മലും മൂക്കിലിപ്പും ഒക്കെ ഉണ്ട്, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡസ്റ്റ് എക്സ്പോഷർ വരുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് വളരെയധികം ഇറിറ്റേഷൻ ഇത് കാരണം ഉണ്ടാവുന്നുണ്ട്, അതായത് നല്ല രീതിയിലുള്ള തുമ്മലും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത്. ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എപ്പോഴും റൂട്ട് കോസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനായിട്ടും സാധിക്കുന്നതാണ്.